രണ്ട് കഥ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. സൊല്ലട്ടുമ, രണ്ട് കഥ ചൊല്ലാം. ഒന്ന് ശിവനും പാർവതിയും കൂടി ഇരുന്നപ്പോൾ ശിവനും പാർവതിക്ക് ഒരു കുസൃതി തോന്നി. അപ്പോൾ മുരുകനും നമ്മുടെ ഗണപതി അവർ സഹോദരങ്ങളാണല്ലോ. അവരോട് പറഞ്ഞു, "ഡേയ്, നിങ്ങൾക്ക് ആരൊക്കെയാണ് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം" എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആ സ്നേഹമൊക്കെ ചർച്ചയായി. ആരാണ് ലോകം ചുറ്റി ആദ്യം വരുന്നതെന്ന് ചോദിച്ചു. ഒരു മത്സരം വെച്ചല്ലോ. ലോകം ആദ്യം ചുറ്റി വരുന്നവർക്ക് ഈ ഫലം തരും, ഈ ഫ്രൂട്ട് തരും. പിള്ളേരാണല്ലോ, കൊച്ചു പിള്ളേരാകുമ്പോൾ എന്ത് ചെറിയ മുട്ടായി കിട്ടിയാലും മത്സരിക്കുമല്ലോ. അപ്പോൾ മുരുകൻ ഉടനെ തന്നെ മയിൽ വാഹനം കയറ്റി അദ്ദേഹത്തിന് വേലു എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്കാണ് ലോകം ചുറ്റി വരാനായിട്ട്. പുള്ളിക്കാരെ ലോകം മുഴുവൻ ചുറ്റി 12 റൗണ്ടൊക്കെ അടിച്ച് ഇവിടെ വന്നപ്പോൾ കാണാം ഗണപതി ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് എങ്ങും പോവാതെ ഈ സാധനം എടുത്ത് നിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗണപതിയുടെ അടുത്ത് അപ്പോൾ മുരുകന് വിദേശമായി, ഭയങ്കര പ്രശ്നമായി. ലോകം മുഴുവൻ ചുറ്റി വന്നിരിക്കുകയാണ് മുരുകൻ. അത് മയിലിൻ്റെ പുറത്താണ് പോയിരിക്കുന്നത്, ചെറിയ സംഭവമല്ലല്ലോ. ക്ഷീണിച്ച് വന്നിരിക്കുമ്പോഴാണ് ഇവിടെ ഇവിടുത്തെ സഹോദരൻ എങ്ങും പോകാതിരുന്ന് അടിക്കുന്നത്. അപ്പം പറഞ്ഞു, എന്താണ് നിങ്ങൾ അച്ഛനും അമ്മയും ഇവിടെ കാണിച്ച് ശുദ്ധ തോന്നിയവസല്ലേ കാണിക്കണമെന്ന് പറഞ്ഞ് മുരുകൻ വയലൻ്റായി. അപ്പം തന്നെ പറഞ്ഞു, വയലൻ്റായിട്ട് കാര്യമില്ലടേ, അവനോട് പറഞ്ഞ് നിന്നോടും പറഞ്ഞു നീ ഇങ്ങനെ ലോകം ചുറ്റാൻ പോയി. അതിൻ്റെ ഇടയിൽ അവൻ ഞങ്ങളെ 3 പ്രാവശ്യം ചുറ്റി. അപ്പോൾ അവനോട് വെച്ചിട്ട് ഞങ്ങളെ ചുറ്റണം, നീ ലോകം മുഴുവൻ ചുറ്റാത്തെന്തെന്ന് വെച്ചാൽ പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ ലോകം. തെറ്റെന്താണ്? ഈ ലോകത്തിൻ്റെ മുഴുവൻ ദൈവമാണ് ശിവനും പാർവതിയെന്ന് പറഞ്ഞില്ലേ വെച്ചിരിക്കുന്നത്. നിങ്ങളാണ് എൻ്റെ ലോകം. 3 റൗണ്ട് ചുറ്റി ഒരു തുള്ളി വിയർപ്പോലും അടിക്കാതെ ഫലം അടിച്ചു. ഇതിലെ മുരുകനാണ് വി ഡി സതീശൻ. എവിടെ നിന്ന് യാത്ര നടത്തുന്നു? പുതുയുഗ യാത്ര. മുരുകനാണ് പാവം. അദ്ദേഹത്തിന് എന്ത് കിട്ടി? വാർത്താ താരം. മനോരമ കയറി അടിക്കുക തന്നെ, വാർത്താ താരം വരെ കൊടുത്തു മനോരമ. അടിപൊളിയായി. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാണ്. അപ്പോഴാണ് ഗണപതി സോണിയാഗാന്ധിയെ മല്ലികാർജുന ഖാർഗെയും കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഡൽഹിയിൽ. ഫലം അടിക്കും. വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു വലിയ അപ്പർ ഹാൻഡ് കെ സിക്ക് കാണും. അങ്ങനെ കെ സി വേണമെങ്കിൽ അപ്പർ ഹാൻഡ് കിട്ടിയാൽ കോൺഗ്രസ്സാണ് പാർട്ടി, പലതും സംഭവിക്കും. അങ്ങനെ എം എൽ എമാർ കൂടുതൽ കെ സിക്ക് ജയിച്ച് കിട്ടിയാൽ കെ സി മുഖ്യമന്ത്രിയാകും, ഉറപ്പ്. കോൺഗ്രസ്സിൽ അങ്ങനെയാണ്. പിന്നെ അവർ തർക്കം വരുമ്പം പറയും പാർലമെൻ്ററി പാർട്ടി കൂടട്ടെ എന്ന് പറയും. പാർലമെൻ്ററി പാർട്ടി കൂടുമ്പോൾ കെ സിക്ക് വേണ്ടി കൈവെക്കുന്നവരെ പൊക്കാൻ പറയും. അവർ കുറേ പേര് കൈവെക്കും. അല്ലെങ്കിൽ വി ഡി സതീശന് വേണ്ടി പൊക്കാൻ പറയും. എന്തായാലും കെ സിയുടെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി മലയാളത്തിൽ വേറെ പ്രയോഗമുണ്ട്. പരമശിവനും പാർവതിയോടെ നിൽക്കട്ടെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണോടിച്ചുകൊണ്ട് പോയി. അതുമുണ്ട് മലയാളത്തിൽ. ഭരണമാകുന്ന പെണ്ണിനെ ഈ മണ്ണും ചാരി നിന്ന കെ സി വേണുഗോപാൽ ഞാൻ മത്സരിക്കുന്നില്ല, സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അടിച്ചുകൊണ്ട് പോകുമോ? സ്ഥാനാർത്ഥി തന്നെ ആകുമോ? ഇല്ല വയ്യ എന്നൊക്കെ പറയും. പാർട്ടി രാഷ്ട്രീയക്കാരെ എന്തെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ചാത്ത് കിടക്കുമ്പോഴും അല്ലെ വയ്യാതെ കിടക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനമുണ്ട്, മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ ചട കൂടെ എഴുന്നേക്കില്ലേ? രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. അധികാരം എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി കഞ്ചാവും മയക്കുമരുന്നൊന്നും അല്ലെന്നേ, അധികാരമാണ്. അധികാരത്തിൻ്റെ ലഹരിയാണ്. ബാക്കിയെല്ലാം വല്ലപ്പോഴേ കാണുള്ളൂ. മദ്യം എപ്പോഴും കഴിക്കത്തില്ല. കഞ്ചാവും ലഹരി വസ്തുക്കളൊന്നും എപ്പോഴും കഴിക്കത്തില്ല. കഴിക്കും, പിന്നെ കിക്ക് വിട്ടിട്ട്. മറ്റേ അധികാരം അങ്ങനെയല്ല. അത് ലഹരിയായി എപ്പോഴും തലച്ചോറിൽ നിൽക്കും, ബുദ്ധിയിൽ നിൽക്കും, മനസ്സിൽ നിൽക്കും. എന്തായാലും കെ സി വേണുഗോപാൽ നൂലിൽ ഇറങ്ങിയാൽ, ഒരു ഗണപതിയായാൽ അത്ഭുതമില്ല. പിന്നെ കൊമ്പ് മുറിച്ച കഥയുണ്ട്. കൊമ്പ് മുറിക്കുമായിരിക്കും. അത് പക്ഷേ വി ഡി സതീശൻ വിചാരിച്ചാൽ പറ്റുമോ എന്നറിയില്ല. വേറൊരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് ആലോചിക്കണം. കേരള രാഷ്ട്രീയത്തിലൊരു ഹതഭാഗ്യനാണ് വി ഡി സതീശൻ. പലപ്പോഴും അദ്ദേഹത്തിന് അർഹിക്കുന്നത് കിട്ടാതെ പോയി കരഞ്ഞ് വിളിച്ച് നെഞ്ചിലടിച്ച് വിളിച്ച് എനിക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊണ്ട് വിളിപ്പിച്ച് കരഞ്ഞാണ് അവസാനം പ്രതിപക്ഷ നേതാവായത്. അതാവാനുള്ള കാരണം 100 സീറ്റ് LDF പിടിക്കുകയും 40 സീറ്റ് UDF പിടിക്കുകയും ചെയ്തപ്പോൾ അതൊരു 72-68 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 75-65 ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ വേരിയേഷൻ ഇല്ലാതെ 80-ന് താഴെ സീറ്റേ LDF പിടിച്ചുകൊള്ളുമെങ്കിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറാനും പോണില്ല. ഇപ്രാവശ്യം രമേശ് ചെന്നിത്തല ആയിരുന്നതിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാൻഡിഡേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് മനോരമ ചാനൽ കൊടുത്ത വഴിയായാലും എങ്ങനെയായാലും, മനോരമ ചാനലിൽ വി ഡി സതീശൻ വാർത്താ താരമായി വന്നപ്പോഴേ അറിയാമായിരുന്നു അദ്ദേഹം തന്നെ താരമാകും. കാര്യം മനോരമ തീരുമാനിച്ചു കഴിഞ്ഞു, വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. മനോരമ തീരുമാനിച്ചാൽ നടന്നാലും ഇല്ലെങ്കിലും അവർ ഒരു പയറ്റും. കാരണം അവരുടെ കയ്യിൽ വലിയൊരു പത്രമുണ്ട്,
വളരെ വലിയ ഒരു ചാനലുണ്ട്. പിന്നെ ഭരണത്തിലൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുള്ളവരാണ് അവർ. ചെറിയ സംവിധാനമല്ല. മതത്തെ ആയാലും ജാതിയായാലും രാഷ്ട്രീയത്തെയൊക്കെ നന്നായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ്. ആ സ്വാധീനമൊന്നും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനോരമ ഉറപ്പിച്ചിട്ടുണ്ട് സതീശനാണെന്ന്. പക്ഷേ കേന്ദ്രത്തിൽ പാർവതിയും ശിവനെയും പാർവതിയൊക്കെ ചുറ്റിയതുപോലെ അവിടെ ജനപതിലൊന്ന് ചുറ്റി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പിന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയൊക്കെ ഒന്ന് ചുറ്റിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേണുഗോപാൽ തന്നെ തീരുമാനിക്കേണ്ടി വരും അദ്ദേഹം ആവുകയാണോ ഇല്ലയോ. അല്ലെങ്കിൽ ആവും. തീർച്ചയായിട്ടും മുരുകൻ്റെ റോളിൽ വീണ്ടും ലോകം ചുറ്റാൻ ഒരു പുതിയ യാത്ര കാസർഗോഡ് തിരുവനന്തപുരത്ത് നടത്തിയെങ്കിൽ അടുത്തൊരു വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നടത്താം. അതുമാത്രമാണ് സംഭവിക്കുക. വേറെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ പല പുതിയ കഥകളും വരും. പല കരച്ചിലുകളും നടക്കും, സങ്കടങ്ങൾ നടത്തും. ഒരുപാട് പേർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരും. ലതിക സുഭാഷ് മൊട്ടയടിച്ചത് നമ്മൾ കണ്ടതാണ്. അവർക്ക് ഏറ്റുമാനൂരിൽ MLA സ്ഥാനം കൊടുത്തില്ല. മത്സരിച്ച ജയിക്കൂ, തോമസ് ചാഴിക്കാടനോടൊപ്പം ജയിക്കൂല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. അല്ലെങ്കിൽ പിന്നെ വാസവനോടൊപ്പം ജയിക്കൂല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ കൊടുത്തില്ല. അവർ മൊട്ടയടിച്ചു. KPCC ആഫീസിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി. അവസാനം അവരെ എന്ത് ചെയ്തു? അവർ ഇതിൽ നിന്ന് പോയി വേറെ പാർട്ടി പോയി ചേർന്നു. അവസാനം അതും അവിടെ മുനിസിപ്പാലിറ്റി മത്സരിച്ചു. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്ന് മാത്രമല്ല 33-35 വോട്ടാണ് കിട്ടിയത്. അവർ ഇതിൻ്റെ ഇടയിൽ മറ്റേ വ്യവസായ വകുപ്പിൻ്റെ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ടൊക്കെ അവരിരുന്നു. അതും പോയി. അവർക്ക് ചെയർമാൻഷിപ്പും പോയി. ചെയർപേഴ്സണായിരുന്നു, അതും പോയി. സ്റ്റേറ്റ് വണ്ടിയൊക്കെ പോയി. തോറ്റ് തുന്നം പാടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. അത് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF കൂടി വന്നാൽ, സംസ്ഥാനത്ത് വന്നാൽ, പിന്നെ അവരുടെ കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ ഭാവി കലാശായി, ക്ലോസായി. അപ്പോൾ അങ്ങനെ ചില ആളുകൾ, ബിന്ദു കൃഷ്ണ പോലെയുള്ള, അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള, ഷമാ മുഹമ്മദിനെ പോലെയുള്ള, ഞാനെല്ലാം വനിതകളെ പറയുന്നത് പലപ്പോഴും സെക്കൻഡിലേക്ക് പോകുന്ന വനിതകളാണല്ലോ, ആരെങ്കിലുമൊക്കെ കരഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസിനെ പോലെയുള്ള ആളുകളൊക്കെ കരയുമോ, മൊട്ടയടിക്കുമോ? അതുപോലെ തന്നെ പുരുഷന്മാരിൽ ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും മൊട്ടയടിക്കുമോ? KPCC ആഫീസിൽ വലയം വയ്ക്കുമോ? എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അതുപോലെ തന്നെ VD സതീശൻ എന്ന ഇക്വേഷനിൽ നിന്ന് മാറി രമേശ് ചെന്നിത്തല ഔട്ടായി. ഇപ്പോൾ 2 പേരുകളേ ഉള്ളൂ. ഒന്ന് KC, 2 VD സതീശൻ. ഇനി ഇവർ വഴക്കുണ്ടാകുമ്പോൾ രമേശ് ചെന്നിത്തല മൂന്നാമനായി ഒത്തുതീർപ്പ് കണ്ടേറ്റ് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും അടിച്ചുകൊണ്ട് പോയത് രമേശ് ചെന്നിത്തല ആകാം.